MMV ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീനിയസ് കെറോയ്. ഞാൻ സെൻറ്റ് മേരീസ് ഐ ടി കാച്ചേരിയിൽ MMV ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കാറ്റലിറ്റിക് കൺവേർട്ടർ. എന്താണ് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ? ഒരു ഓട്ടോമൊബൈൽ എക്സോസ്റ്റിലൂടെ കടന്നു വരുന്ന പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ എയർ പൊല്യൂഷന് കാരണമാകുന്ന എലമെൻറ്റ്സ്, അതായത് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ പൊല്യൂട്ടൻ്റ് ഗ്യാസുകളെ ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക, അതായത് അറ്റ്മോസ്ഫിയറിന് അധികം ദോഷം വരാത്ത ഗ്യാസുകളായി അവയെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് എയർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു 78% നൈട്രജൻ, ഒരു 10-20-21% ഓക്സിജൻ, പിന്നെ ബാക്കി ആർഗൺ, ഹീലിയം തുടങ്ങിയ ഗ്യാസുകൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ, നൈട്രജൻ ഓക്സൈഡ്, ഇവ ഈ രൂപത്തിൽ തന്നെ, അതായത് കാർബൺ മോണോക്സൈഡ് CO, HC അല്ലെങ്കിൽ NOx ആ രൂപത്തിൽ അറ്റ്മോസ്ഫിയറിലോട്ട് പോയാൽ അത് പൊല്യൂട്ടൻസ് ആണ്. അതേസമയം ഇപ്പോൾ ഈ CO എന്നുള്ളത് ഒരു ഓക്സിജൻ ആറ്റം കൂടി ചേർന്ന് CO2 ആവാണെന്ന് വരിക. അപ്പോൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡായി മാറി. ഈ കാർബൺ മോണോക്സൈഡിനേക്കാൾ ഹാംഫുൾ, അതായത് ദോഷം ചെയ്യാത്ത ഒരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ് എടുക്കുക. ഇതിൽ N നൈട്രജൻ ആണ്, O ഓക്സിജനാണ്. NOx രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അവൻ അപകടകാരിയാണ്. പക്ഷേ ഇതിനെ നമുക്ക് നൈട്രജൻ ആറ്റം N2 എന്നുള്ള ആറ്റവും O2 ഓക്സിജൻ O2 എന്നുള്ള ആറ്റവുമാക്കി മാറ്റി അറ്റ്മോസ്ഫിയറിലോട്ട് കടത്തിവിടുകയാണെങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ എക്സോസ്റ്റ് ഗ്യാസിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഹാംഫുൾ ഗ്യാസിനെ വിഘടിപ്പിച്ചുകൊണ്ട് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത ഗ്യാസുകളാക്കി മാറ്റി അറ്റ്മോസ്ഫിയറിലോട്ട് കടത്തിവിടുക എന്നുള്ള ദൗത്യമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്നുള്ളത്. ഈ ചിത്രത്തിൽ കാണാം, ഒരു കാറ്റ് കൺവേർട്ടറിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാറ്റ് കൺവേർട്ടറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ടോക്സിസിറ്റി ഓഫ് എമിഷൻസ് ഫ്രം ആൻ IC എൻജിൻ. അതായത് എമിഷൻസ്, എക്സോസ്റ്റ് എമിഷനിലുള്ള അപകടകാരിയായ ഹാംഫുള്ളായ ഗ്യാസുകളെ, ടോക്സിക്കായ ഗ്യാസുകളെ മാറ്റി കൺവെർട്ട് ചെയ്തുകൊണ്ട് അധികം ദോഷമില്ലാത്ത ഗ്യാസുകളാക്കി മാറ്റുക എന്നുള്ള ദൗത്യമാണ് ഇതിനുള്ളത്. ഇറ്റ് ഈസ് പൊസിഷൻഡ് ഇൻ ദ ടെയിൽ പൈപ്പ് ബിറ്റ്വീൻ എഞ്ചിൻ എക്സോസ്റ്റ് മാനിഫോൾഡ് ആൻഡ് മഫ്ലർ. എഞ്ചിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെയും മഫ്ലറിൻ്റെ ഇടയിലായിട്ടാണ്, ടെയിൽ പൈപ്പിലാണ് ഈ പറഞ്ഞ കാറ്റലിറ്റിക് കൺവേർട്ടർ ഉണ്ടായിരിക്കുക. ഇതൊരു പൊല്യൂഷൻ കൺട്രോൾ ടെക്നോളജിയാണ്. നമ്മൾ മുമ്പ് DPF ഒക്കെ പഠിച്ചതുപോലെ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് CO. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, CO കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ HC, NOx നൈട്രജൻ ഓക്സൈഡ്, ഇവയൊക്കെ ദോഷകരമായ ഗ്യാസുകളാണ്. നമ്മളിവയെ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ ഇവയൊക്കെ ആക്കിയിട്ട് മാറ്റുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എയറിന് വലിയ ദോഷമില്ലാത്ത രീതിയിൽ മാറും. കാരണം എന്താ, നൈട്രജൻ എന്ന് പറഞ്ഞാൽ എയർ എന്ന് പറയുന്നതിൽ 78% നൈട്രജനാണ് ഓൾറെഡി. ഓക്സിജൻ 21% ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ ഇവയാക്കി മാറ്റുമ്പോൾ അറ്റ്മോസ്ഫിയറിന് പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇനി പറഞ്ഞു വരുന്നത് അതിൻ്റെ റിയാക്ഷൻസ് ഒന്ന് പറഞ്ഞു വരും അടുത്ത സ്ലൈഡുകളിൽ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, CO കാർബൺ മോണോക്സൈഡ് ഒരു ഓക്സിജൻ ആറ്റം കയറി കഴിയുമ്പോൾ CO2 ആയി മാറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ NOxനെ വിഘടിപ്പിച്ചുകൊണ്ട് നൈട്രജനാക്കി മാറ്റുന്നു. ഓക്സിജനെ, ഒരു ഓക്സിജൻ ആറ്റം, രണ്ടെണ്ണം ഓക്സിജൻ്റെ രണ്ടാറ്റം കൂടി ചേർന്ന് ഓക്സിജനായി മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺ HC രണ്ടും വിഘടിപ്പിച്ചുകൊണ്ട് H എന്നുള്ളത് H2O, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റം ചേർന്ന് H2O എന്ന് പറഞ്ഞാൽ വാട്ടറായി മാറുന്നു. ഈ C എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡായി മാറാൻ പോകുന്നു. ഓക്കെ, അത്തരത്തിൽ കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹാംഫുൾ ഗ്യാസിനെ അറ്റ്മോസ്ഫിയറിൽ ദോഷമില്ലാത്ത ഗ്യാസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം യഥാർത്ഥ ഒരു വാഹനത്തിൽ കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കാറ്റലിറ്റിക് കൺവെർട്ടർ ഹാസ് എ, നമുക്ക് ചിത്രം കാണാം, ഇതാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. അതിനകത്തുള്ള ഒരു ഹണി കോംബ് സെറാമിക് ഫിൽറ്ററാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കാറ്റലിറ്റിക് കൺവെർട്ടർ ഹാസ് എ സെറാമിക് ഹണി കോംബ് സ്ട്രക്ചർ. സെറാമിക് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ചൂട് കൂടിയ സമയങ്ങളിൽ ചൂടിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് സെറാമിക് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ സെറാമിക് മെറ്റീരിയലുള്ള ഒരു ഹണി കോംബ്, കടന്നൽ കൂട് പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്, അതുകൊണ്ടാണ് ഹണി കോംബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഓക്കെ, ഈ കാണുന്നതാണ് ആ സ്ട്രക്ചർ. ഇനി ഒരു ശ്രദ്ധിക്കാനുള്ളൊരു പോയിന്റ്, ഈ ഹണി കോംബ്, ദിസ് ഹണി കോംബ് ഹാസ് എ വാഷ് കോട്ട് ഓഫ്, ഒരു കോട്ടിംഗ് ഉണ്ട് അതിനകത്തൊക്കെ. അതായത് എന്തിൻ്റെ? പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, ഈ 3 മെറ്റീരിയലിലെ കോട്ടിംഗ് അതിലുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ ഇവയൊക്കെ നൈട്രജൻ ഓക്സിജനാക്കി മാറ്റുന്നു എന്നുള്ളത്. അത്തരത്തിൽ ഈ കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രോ കാർബണെയും വിഘടിപ്പിക്കാനുള്ള ശേഷി ഈ എലമെൻസിനുണ്ട്. ഈ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം ഇവയുമായിട്ട് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണും റിയാക്ട് ചെയ്യുമ്പോഴാണ് അവയ്ക്ക് വിഘടനം സംഭവിക്കുന്നത്. അങ്ങനെയാണ് അവ ഓക്സിജനും നൈട്രജനായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 മെറ്റീരിയലും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, ഈ 3 മെറ്റീരിയലാണ് കാറ്റലിറ്റിക് കൺവെർട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്കിനി ഫിഗറിലോട്ട് പോകാം. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം കാറ്റലിറ്റിക് കൺവെർട്ടർ. അതിൻ്റെ ഒരു കട്ട് വ്യൂ ആണ് കാണുന്നത്. സെറാമിക് സ്ട്രക്ചർ ഒരെണ്ണമേ ഇതിനകത്തുള്ളൂ, അതുപോലെ 2 എണ്ണം വരുന്ന സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, സെറാമിക് കോട്ടിങ് നിങ്ങൾക്ക് കാണാം, സെറാമിക് സ്ട്രക്ചർ കാണാം, അതിനകത്ത് ഹണി കോംബ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. അതിനകത്താണ് ഓരോ സെല്ല്, ഇവിടെ കണ്ട നിങ്ങൾക്ക് ഒരുപാട് സെൽസ് കാണാൻ സാധിക്കും. ഓക്കെ, ഈ സെല്ലിനകത്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം ഇവയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എൻഡിലൂടെ എക്സോസ്റ്റ് ഗ്യാസ് കടക്കുന്നു, ഇതിനകത്തുള്ള ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ ഇവയെല്ലാം പ്ലാറ്റിനം, പലേഡിയം, റോഡിയം തുടങ്ങിയ മെറ്റീരിയൽസ് എലമെൻസുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഓക്സിജൻ, നൈട്രജൻ, H2O, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയായിട്ട് മാറുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, കട്ട് വ്യൂ ആണ് കാണുന്നത്. ആദ്യത്തെ സെറാമിക് സ്ട്രക്ചറിൽ പ്ലാറ്റിനം, അതുപോലെ തന്നെ റോഡിയം ഇവയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സെറാമിക് സ്ട്രക്ചറിൽ പ്ലാറ്റിനം, അതുപോലെ പലേഡിയം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ പറഞ്ഞ എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുമ്പോഴാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. 2 ടൈപ്പ് കാറ്റലിറ്റിക് കൺവെർട്ടറാണ് ഉള്ളത്. 3 വേ കാറ്റലിറ്റിക് കൺവെർട്ടർ, അതുപോലെ തന്നെ 2 വേ കാറ്റ് കൺവെർട്ടർ. ഓക്കെ, 3 വേ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ ഒരു 3 സ്റ്റെപ്പായിട്ട് നടക്കുന്നു. 2 വേ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കെമിക്കൽ റിയാക്ഷൻ ഒരു 2 സ്റ്റെപ്പായിട്ട് നടക്കുന്നു. നമുക്ക് നോക്കാം. 3 വേ കാറ്റലിറ്റിക് കൺവെർട്ടർ, കാറ്റ് കൺവെർട്ടർ, NOx-നെ ഓക്സിജൻ, നൈട്രജനാക്കി മാറ്റുന്നു, റിഡക്ഷൻ നടക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഓക്സിജനുമായി കൂടിച്ചേർന്നുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അധികം പ്രശ്നമില്ലാത്ത ഗ്യാസാണ്. ഓക്കെ, അതുപോലെ തന്നെ H2O കാർബൺ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഓക്സിജനും ഹൈഡ്രോ കാർബൺ HC ഹൈഡ്രോ കാർബൺ കൂടിച്ചേർന്നുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, H2O എന്നീ പറഞ്ഞ വാതകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒരു 3 സ്റ്റെപ്പായിട്ട് ആണ് നടക്കുന്നത്. ആദ്യത്തെ റിയാക്ഷൻ റിഡക്ഷൻ ഓഫ് നൈട്രജൻ ഓക്സൈഡ് ആണ്. പിന്നെ ഓക്സിഡേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. 3 ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, അപ്പോൾ ആ 3 സ്റ്റെപ്പിലൂടെ നടക്കുന്നതുകൊണ്ടാണ് അതിനെ 3 വേ കാറ്റ് കൺവെർട്ടർ എന്ന് പറയുന്നത്. അടുത്തത് 2 വേ കാറ്റ് കൺവെർട്ടർ ആണ്. അതിൽ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു ഓക്സിജനുമായിട്ട് ആക്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ H2O കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. ഓക്കെ, 2 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് 2 വേ കാറ്റ് കൺവെർട്ടർ ആണിത്. ഓക്കെ, സാധാരണ ഈ വാഹനങ്ങളിൽ നമ്മൾ 3 വേ കാറ്റ് കൺവെർട്ടറാണ് യൂസ് ചെയ്യുക. ഇനി ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ലാംഡ സെൻസർ അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ, അതായത് കാറ്റ് കൺവെർട്ടറിൻ്റെ ഇൻലെറ്റ് ആണ് ഈ പോർഷൻ, എക്സോസ്റ്റ് ആണ് ഈ പറഞ്ഞൊരു പോർഷൻ. ഇൻലെറ്റ് പോർഷനിലും എക്സോസ്റ്റ് പോർഷനിലും നമ്മൾ ഓക്സിജൻ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്.
എന്തിനാണെന്ന് വെച്ചാൽ അതായത് അപ്സ്ട്രീം ഫ്രണ്ട് പോർഷനിലുണ്ട്, ഡൗൺ സ്ട്രീം എക്സിറ്റ് പോർഷനിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ കടന്നു പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ എന്തുമാത്രം ഓക്സിജൻ്റെ അളവുണ്ടെന്ന് സെൻസ് ചെയ്യുന്നു ECU. അപ്പോൾ ഈ പറഞ്ഞ ലാംഡ സെൻസർ എന്തുമാത്രം ഓക്സിജൻ ഇതിലുണ്ട് എന്നുള്ള അളവ് ECUവിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീമിലുള്ള ലാംഡ സെൻസർ എന്ത് ചെയ്യുന്നു? കാറ്റ് കൺവെർട്ടർ റിയാക്ഷൻ കഴിഞ്ഞ് കടന്നു പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ എന്തുമാത്രം ഓക്സിജൻ അളവുണ്ടെന്ന് സെൻസ് ചെയ്ത് ECUവിനെ അറിയിക്കുന്നു. അപ്പോൾ ECUവിന് ഇവിടെയുള്ള ഓക്സിജൻ സെൻസിങ്ങും ഈ പറഞ്ഞ ഡൗൺ സ്ട്രീമിലുള്ള ഓക്സിജൻ സെൻസിങ്ങും കിട്ടിക്കഴിയുമ്പോൾ ECUവിന് മനസ്സിലാവും എന്തുമാത്രം റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്. കാരണം എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ റിയാക്ഷൻ കടന്നു കഴിയുമ്പോൾ പുറത്ത് വരുന്ന ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. കാരണം ഇവിടെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇവിടെ വിഘടനം കഴിയുമ്പോൾ കൂടുതൽ ഓക്സിജൻ പുറത്തുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഡൗൺ സ്ട്രീം കൂടുതൽ ഓക്സിജൻ സെൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ഓക്സിജൻ്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ECUവിനെ മനസ്സിലാക്കാൻ സാധിക്കും കാറ്റ് കൺവേർട്ടർ കൃത്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എഞ്ചിനകത്ത് കൊടുക്കുന്ന ഫ്യൂവൽ റേഷ്യോ അതനുസരിച്ച് വേരി ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലാംഡ സെൻസർ അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 3-വേ കാറ്റ് കൺവേർട്ടറാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ലാംഡ സെൻസർ ഉണ്ട്, എക്സിറ്റ് പോർഷനിൽ ലാംഡ സെൻസർ ഉണ്ട്, ഡൗൺ സ്ട്രീം ലാംഡ സെൻസർ ഉണ്ട്. അപ്പോൾ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ഉള്ള ലാംഡ സെൻസറിൽ നിന്ന് സിഗ്നൽസ് ECUവിലേക്ക് പോകുന്നു. ECU സെൻസ് ചെയ്യുന്നു, അതനുസരിച്ച് ഫ്യൂവൽ മിക്സിംഗ് നടത്തുന്നു, ഫ്യൂവൽ എയർ ഫ്യൂൽ റേഷ്യോ വ്യത്യാസം വരുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു കാറ്റ് കൺവേർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പൊല്യൂഷൻ കൺട്രോൾ ടെക്നോളജി ആണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം 1980-85 കാലഘട്ടത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നോളജിയാണിത്. പൊല്യൂഷൻ കൺട്രോൾ ടെക്നോളജിയാണ്. ഓക്കെ, വളരെ ഉയർന്ന തോതിൽ റിസൾട്ട് തരുന്ന ഒരു ടെക്നോളജിയാണ് കാറ്റ് കൺവേർട്ടർ. ഇപ്പോൾ ഒരുവിധം എല്ലാ വാഹനത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു കാറ്റ് കൺവേർട്ടറിനെ പറ്റി ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.